മാധവിൻ്റെയും ദേവുവിൻ്റെയും താലികെട്ട് കഴിഞ്ഞ ഉടനെ ദേവിൻ്റെയും ശിവയുടെയും കല്യാണം നടന്നു. രണ്ടു കൂട്ടരുടെയും താലികെട്ട് കഴിഞ്ഞതും രവീന്ദ്രൻ ശിവാനിയുടെ കൈ പിടിച്ച് ദേവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. അത് കണ്ടതും ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞു. അവൾ മുഖം കുരിച്ചു നിന്നു. ആരോ തൻ്റെ കയ്യിൽ പിടിച്ചതുപോലെ തോന്നിയതും ദേവു മുഖം ഉയർത്തി നോക്കി. തന്നെ നോക്കി ചിരിച്ചോടെ നിൽക്കുന്ന രവീന്ദ്രനെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. എന്തേ നോക്കുന്നത്? നീയും എനിക്ക് മകൾ തന്നെയാ. അതും പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കൈ പിടിച്ച് മാധവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവൾ ചുറ്റിനും നോക്കിയതും എല്ലാവരുടെയും മുഖത്തും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവൾ കണ്ടു. ഒരു പുഞ്ചിരിയോടെ മാധവ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഫോട്ടോഷൂട്ടും സദ്യയും ഒക്കെ കഴിഞ്ഞ ശേഷം അവർ ദേവിൻ്റെ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. പാലക്കാട് ഒരു ഗ്രാമത്തിലാണ് ദേവിൻ്റെ തറവാട്. നാലുകെട്ടൊക്കെയുള്ള ഒരു പഴയ മോഡൽ തറവാട്. തറവാടിനോട് ചേർന്ന് അവർക്കൊത്തിരി വസ്തുവകകളുണ്ട്. അച്ഛൻ വാസുദേവിന് കൃഷിയാണ്, അമ്മ വീട്ടമ്മയും. പഠിക്കുന്ന സമയത്ത് മിക്കവാറും മാധവ് അവിടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവൻ അവിടെ സ്വന്തം വീട് പോലെ തന്നെയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കണ്ണേട്ടാ? ദേവിൻ്റെ വീട്ടിലേക്ക്. ഇന്ന് നമ്മൾ അവിടെയാണ്. കാറിൽ ഇരുന്നു കൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന മാധവിനോട് ദേവ് ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു, നമ്മളവിടെ നിൽക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാകില്ലേ? ഒരിക്കലുമില്ല. അച്ഛനും അമ്മയ്ക്കും ദേവിനെയും ഹരിയെയും പോലെ തന്നെയാണ് ഞാനും. നിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിന്നെ അവിടുന്ന് എത്രയും പെട്ടെന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാനാ അച്ഛൻ പറഞ്ഞത്. മാധവ് ഒരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവൻ്റെ കൈകൾക്കിടയിലൂടെ കൈകോർത്ത് അവൻ്റെ തോളിലേക്ക് ചാരിക്കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞതും അവരുടെ കാർ ദേവിൻ്റെ തറവാട് മുറ്റത്തെത്തി. നന്ദു, എഴുന്നേൽക്കടാ. വീട്ടുമുറ്റത്ത് കാർ നിർത്തിയ ശേഷം മയങ്ങുകയായിരുന്ന ദേവുവിനെ മാധവ് വിളിച്ചുണർത്തി. കണ്ണ് തിരുമ്മിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങിയ ദേവു ആ തറവാട് മൊത്തത്തിൽ കണ്ണോടിച്ചു. നല്ല ഭംഗിയുണ്ട് അല്ലേട്ടാ? ദേവ് ചോദിച്ചതും മാധവ് അതിനെ പുഞ്ചിരിച്ചുകൊണ്ടൊന്ന് മൂളി. ട്രഡീഷണൽ രീതിയിലുള്ള ആ പഴയ തറവാട് അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴേക്കും ദേവിൻ്റെ കാറും മുറ്റത്ത് വന്ന് നിർത്തി. രണ്ടു കൂട്ടരും രണ്ട് കാറുകളിലായിരുന്നു വന്നത്. കാറിൽ നിന്നും ദേവും ശിവയും ഇറങ്ങി മാധവിൻ്റെയും ദേവുവിൻ്റെയും അടുത്തേക്ക് വന്നു. നിങ്ങൾ ഒത്തിരി നേരമായി വന്നിട്ട്? ഇല്ല, ഇപ്പം വന്നേയുള്ളൂ. അടുത്ത് വന്ന് നിന്ന് ശിവ ദേവുവിനോട് ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും ദേവിൻ്റെ അമ്മ വന്ന് രണ്ടുപേരെയും ആരതി ഒഴിഞ്ഞ് വിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റി. വൈകുന്നേരം വീട്ടിൽ വെച്ച് തന്നെ ചെറിയൊരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരുന്നു. മാധവിന് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ദേവ് സമ്മതിക്കാതെ അവനെയും കൂടെ കൂട്ടി. റിസപ്ഷൻ കഴിഞ്ഞതും പാർവതി രണ്ടുപേരെയും സെറ്റ് സാരി ഉടുപ്പിച്ച് കയ്യിൽ ഓരോ ഗ്ലാസ് പാലും കൊടുത്ത് റൂമിലേക്ക് വിട്ടു. ശിവ റൂമിലേക്ക് ചെന്നതും ഫോണിൽ ആരോട് സംസാരിച്ചു നിൽക്കുന്ന ദേവിനെയാണ് കണ്ടത്. അവൻ്റെ സംസാരത്തിൽ എന്തോ ടെൻഷനുള്ളതുപോലെ തോന്നി. എന്താ ദേവേട്ടാ, എന്തു പറ്റി? അവൻ ഫോൺ വെച്ച് കഴിഞ്ഞതും ശിവ പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ലടോ, പേപ്പേഴ്സിൽ കുറച്ച് ഇഷ്യൂസ്. എന്തു പറ്റി? നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നില്ലേ? ഇനി അധിക ദിവസങ്ങളില്ല ദേവേട്ടാ, അത് ഓർമ്മ വേണം. അവൻ പറഞ്ഞു കേട്ട് അവളും കുറച്ച് ടെൻഷനോടെ ചോദിച്ചു. എല്ലാം ഓർമ്മയുണ്ടോ? എന്തായാലും പേപ്പേഴ്സ് റെഡിയാവാൻ 2 മാസമെങ്കിലും എടുക്കും. നമുക്ക് നോക്കാം. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് കട്ടിലേക്കിരുന്നു. അവനെ നിന്ന് നോക്കിക്കൊണ്ട് അവളും അവൻ്റെ സമീപത്തായിരുന്നു. നീ ദേവുവിനോട് പറഞ്ഞോ? കുറച്ച് സമയത്തിന് ശേഷം അവൻ അവളുടെ നേരെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, പക്ഷേ മാധവേട്ടൻ ഒരിക്കൽ ചെറിയ സൂചന കൊടുത്തിരുന്നു. അതുകൊണ്ട് അവൾക്ക് കുറച്ചൊക്കെ അറിയാം. അതിനവനൊന്ന് മൂളി. അതിരിക്കട്ടെ, നിങ്ങളുടെ പ്ലാനിൽ കല്യാണമില്ലായിരുന്നല്ലോ, പിന്നെ ഇതെപ്പോഴാണ് തീരുമാനിച്ചേ? കട്ടിലേക്ക് കയറി ചമ്പറം പടഞ്ഞിരുന്നുകൊണ്ട് ശിവ ചോദിച്ചതും ദേവ് അതിനൊന്ന് ചിരിച്ചു. അത് മാധവിൻ്റെ തീരുമാനമാണ്. അന്ന് ദേവുവിൻ്റെ വീട്ടിൽ വെച്ച് അവളുടെ നേരെ ആ ശ്രുതിയുടെയും കൂട്ടരുടെയും ഒരു അറ്റാക്ക് ഉണ്ടായില്ലേ, അന്ന് അവൻ തീരുമാനിച്ചതാ എത്രയും പെട്ടെന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന്. അതിന് അച്ഛൻ്റെയും അമ്മയുടെയും ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതെന്തായാലും നന്നായി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളുടെയും കല്യാണം ഒരേ ദിവസം നടന്നല്ലോ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ സന്തോഷത്തോടെ പറഞ്ഞു. താലികെട്ട് മാത്രം പോരാ, നാളെ തന്നെ പോയി വിവാഹം രജിസ്റ്റർ ചെയ്യുകയും വേണം. അതിനുശേഷം വേണം അവളെ നിൻ്റെ പേരൻസിൻ്റെ കൂടെ തിരികെ വിടാൻ. അവൻ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നുകൊണ്ട് അവൻ്റെ കാൽ കീഴിലായിരിക്കുന്ന ശിവയെ നോക്കി പറഞ്ഞു. അയ്യോ, അപ്പോൾ അവൾ നാളെ പോകുമോ? അവൻ പറഞ്ഞു കേട്ട് അവൾ നിരാശയോടെ ചോദിച്ചു. പിന്നെ വേണ്ടേ, ഒരു ചെറിയ ഡൗട്ടെങ്കിലും അടിച്ചാൽ പ്ലാനിങ് എല്ലാം പൊളിയും. പിന്നെ ഇതുവരെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആകും. എന്നാലും ഇന്ന് കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ പിരിഞ്ഞ് താമസിക്കുകയെന്ന് പറഞ്ഞാൽ പാവം ഒരു നേരാൻ വണ്ണം മിണ്ടാൻ കൂടി സമയം കിട്ടിയില്ല. അവൻ പറഞ്ഞു കേട്ട് അവൾ നിരാശയോടെ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നീട് സന്തോഷത്തോടെ ആരെയും ഭയക്കാതെ ജീവിച്ചോടെ. എടുത്തു ചാടി എല്ലാം പിടിക്കപ്പെട്ടാൽ പിന്നെ തീർന്നു. പിന്നെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ലെന്നത്
നീ നോക്കിക്കോ, അവൻ വീട്ടിലെത്തുന്ന അന്ന് തന്നെ അവളുടെ വീടിൻ്റെ മതിൽ അവൻ ചാടിക്കോളും. അവനൊരു ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും അവൾ അവനെ നിന്ന് നോക്കി പുഞ്ചിരിച്ചു. അവരുടെ കാര്യം പറഞ്ഞിരുന്നത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കൂടെ ആക്കണ്ട, ഇങ്ങോട്ട് വാടി. അതും പറഞ്ഞുകൊണ്ട് അവനുള്ള കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടു. അവളൊരു ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. ദേവ് റൂമിലേക്ക് കയറിയതും അവിടെ ആരെയും കാണാത്തത് കൊണ്ട് അവൾ ചുറ്റിനും നോക്കി. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അവൾ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ജനലിനടുത്തേക്ക് നടന്നു. വാഷ്റൂമിൽ നിന്നും തലത്തുവർത്തിക്കൊണ്ട് മാധവ് ഇറങ്ങിയതും ജനലിലൂടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്ന ദേവുവിനെയാണ് കണ്ടത്. അവനൊരു ചിരിയോടെ ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് ദേവുവിൻ്റെ അടുത്തേക്ക് നടന്നു. വയറിലൂടെ 2 കൈകൾ ചുറ്റിപ്പിടിച്ചതും ദേവു ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പിന്നിൽ മാധവിനെ കണ്ടതും അവളൊരു ചിരിയോടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്താടോ ഒരു വിഷമം പോലെ, ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? അവൻ പറഞ്ഞു കേട്ടതും അവൾ അവനെ കുറിപ്പിച്ച് നോക്കി. അത് കണ്ട് അവനൊരു ചിരിയോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തു. എനിക്കറിയാടാ, ഈ ഒരു ദിവസം എൻ്റെ കൊച്ചു ഒത്തിരി സ്വപ്നം കണ്ടതാണെന്ന്. അതുകൊണ്ട് ഇന്ന് നീ ഒത്തിരി സന്തോഷത്തിലായിരിക്കുമെന്നും അവൻ അവളുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഒന്നുകൂടി അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. കണ്ണേട്ടാ, ഏട്ടൻ പറഞ്ഞ പോലെ ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. എങ്കിലും നാളെ തിരിച്ചു പോകണമെന്ന് ഓർക്കുമ്പോൾ വിഷമമാണ്. അതിനെന്താ, പോയാലും നമുക്ക് അവിടെ വെച്ച് കാണാലോ. അവൾ പറഞ്ഞു കഴിഞ്ഞതും അവൻ മറുപടി പറഞ്ഞു. എനിക്ക് പേടിയേട്ടാ, അന്നത്തെ പോലെ അയാൾ വീണ്ടും വന്നാൽ. പേടിക്കണ്ട, ഞാനുള്ളപ്പോൾ ഇനി എൻ്റെ കൊച്ചിനെ ഒരുത്തരും നുള്ളിപ്പോലും നോവിക്കില്ല. അവൾ പേടിയുടെ പറഞ്ഞു കേട്ടതും അവൻ അവളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവനെ നെഞ്ചിലെ ചുവടിൽ മുഖം ഒളിപ്പിച്ചു നിന്നു. പേടിക്കണ്ട നന്ദു, നേരം ഒരുപാടായി, രാവിലെ മുതൽ നിന്നെ ക്ഷീണിച്ചതല്ലേ. അവൻ പറഞ്ഞതും അവൾ വേണ്ടെന്ന രീതിയിൽ ഒന്ന് മൂളി. പിന്നെ അവൻ സംശയത്തോടെ അവളെ നോക്കിയതും അവൾ കുറച്ചു നേരം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ശേഷം അവൻ്റെ ചെവിയിലായി എന്തോ പറഞ്ഞതും അവൻ ഞെട്ടലോടെ അവളുടെ മുഖമുയർത്തി നോക്കി. നന്ദു, അത് ഈ സമയത്ത് വേണം കണ്ണേട്ടാ, എനിക്കിന്ന് തന്നെ വേണം. ഇനിയൊരു പക്ഷെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ കണ്ണേടനെ സ്വന്തമായി എന്ന ആശ്വാസത്തിൽ ഈ ജന്മം മുഴുവനും എനിക്ക് ജീവിക്കാലോ. നന്ദു, അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ ഇന്ന് കടുപ്പിച്ച് വിളിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എനിക്ക് പേടിയാ കണ്ണേട്ടാ. വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും അവൾ തന്നെ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ മുഖം ചേർച്ച് അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ചിരിക്കുകയാണ്, ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. അവനൊരു ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. ശേഷം അവൾക്ക് മേലേയി വന്ന് കിടന്നതും അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കി. എന്തേ നോക്കുന്നത്? നീയല്ലേ പറഞ്ഞത് നിനക്കിപ്പോൾ തന്നെ വേണമെന്ന്? അവളുടെ പകച്ച നോട്ടം കണ്ട ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു. ശരിയാണ്, താൻ കണ്ണേട്ടനെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ഭയം. അവളുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു. അവളെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിലെ ഭാവം മാറി വന്നു. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ വിരൽ കൊണ്ടുവന്ന് തൊട്ടു. ശേഷം പതിയെ അവിടെ നിന്നും താഴേക്കിറങ്ങി. നെറ്റിൽ നിന്നും മൂക്കിലേക്കും പിന്നെ അവിടെ നിന്നും അവളുടെ ചുണ്ടിലേക്കും ആ വിരലുകൾ നീങ്ങി. ചെറിയ പഴം പോലെ ചുവന്നു തൊടുത്ത അവളുടെ മൃദുലമായ ചുണ്ടുകൾ അവൻ അവൻ്റെ തള്ളവിരലും ചൂണ്ടവിരലും കൊണ്ട് ഞെരിച്ചുടച്ചു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവനെ മുറുക്കെ പിടിച്ചതും അവനുള്ള കഴുത്തിൽ മുഖമമർത്തി. കഴുത്തിൽ എന്തിനോ വേണ്ടി പരതിയ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്ന് ചുംബിച്ചു. ശേഷം അതിൻ്റെ ഇണയിലേക്ക് ചേക്കേറിയതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ കൈകൾ കൊണ്ട് കോർത്തു വലിച്ചു. ചുണ്ടുകളും നാവും കടിച്ചും വലിച്ചും കൊണ്ട് അവനവളുടെ ചുണ്ടുകൾ നുകർന്നുകൊണ്ടിരുന്നു. ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവനവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖമമർത്തി. അവൾ പിടഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങിയതും അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ പെട്ടിലേക്ക് അമർത്തി കിടത്തി. ഇരു ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അടർന്നു മാറുന്നതിനോടൊപ്പം അവൻ അവളിലേക്ക് അമർന്നു. സുഖമുള്ള നോവ് സമ്മാനിച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കുമ്പോൾ 2 പേടിയും കണ്ണിൽ നിന്നും ആത്മസംതൃപ്തിയുടെ മിഴിനീർ ഒലിച്ചിറങ്ങി. രാവിലെ ദേവു കണ്ണുകൾ തുറക്കുമ്പോൾ മാധവ് അവളെ പൊതിഞ്ഞു പിടിച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അവൾ കുറച്ചു സമയം അവനെ തന്നെ നോക്കിക്കിടന്നു. അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടതും സമയം പോയതറിഞ്ഞ് അവൾ പതിയെ അവൻ്റെ കൈകൾ എടുത്ത് മാറ്റിക്കൊണ്ട് പുതപ്പ് ചുറ്റി വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി ദേവു ഇറങ്ങിയിട്ടും മാധവ് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ അവനെ ഒന്നുകൂടെ പുതപ്പിച്ചു കൊടുത്ത ശേഷം താഴേക്ക് പോയി. ദേവ് കിച്ചണിൽ ചെന്നതും പാർവതി ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത്. മോൾ നേരത്തെ എണീറ്റോ? കുറച്ചു നേരം കൂടി ഉറങ്ങായിരുന്നില്ലേ? ഞാനെന്നും ഈ സമയത്ത് എഴുന്നേൽക്കാറ്. പാർവതി ചോദിച്ചതിനോ ഒരു ചീറ്റിയുടെ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ അവരെ സഹായിക്കാൻ തുടങ്ങി. അയ്യോ, മോളൊന്നും ചെയ്യണ്ട, അവിടെ വെച്ചേക്ക്. സാരയില്ലമ്മേ, ഞാൻ ചെയ്തോളാം. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചു വെച്ചിരുന്ന തേങ്ങ ചിരകാൻ തുടങ്ങി. അപ്പോഴേക്കും ശിവയും എഴുന്നേറ്റ് വന്നിരുന്നു.
പിന്നെ 3 പേരും കൂടി ഓരോ കാര്യവും പറഞ്ഞ് ജോലികൾ ചെയ്ത് തീർത്തു. ഇനി നിങ്ങൾ പൊയ്ക്കോ, രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോകേണ്ടതല്ലേ, ദാ ഇതും കൊണ്ടുപോ, പോയി റെഡിയാവ്. അതും പറഞ്ഞുകൊണ്ട് പാർവതി അവളുടെ കയ്യിൽ ഓരോ കോഫിയും കൊടുത്തുകൊണ്ട് അവിടുന്ന് ഓടിച്ചു വിട്ടു. ദേവ് റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് ബെഡിലായിരുന്നു. വാഷ്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടതും അവൾ കോഫി ടേബിളിൽ വെച്ചുകൊണ്ട് കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. മാധവ് ഇറങ്ങി വന്നതും അവൾ എഴുന്നേറ്റ് ടേബിളിലിരുന്ന കോഫി എടുത്ത് അവൻ്റെ നേരെ നീട്ടി. ആ സമയങ്ങളിലൊന്നും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് മാധവ് അവളുടെ കൈകളിൽ നിന്നും കോഫി വാങ്ങി ചുണ്ടോട് ചേർത്തു. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ആ കോഫി മുഴുവനും കുടിച്ചു. ശേഷം കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. വിഷമിക്കേണ്ട, കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നും ഒരുമിച്ചല്ലേ, അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഏങ്ങിക്കരഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ പോവില്ല, അവൾ കരഞ്ഞുകൊണ്ട് വാശിയോടെ പറഞ്ഞതും അവൻ ചിരിച്ചു പോയി. ഏറിപ്പോയാൽ ഒരു 2 മാസം, അതിനുള്ളിൽ എൻ്റെ കൊച്ചിനെ ഞാൻ കൂടെ കൂട്ടിയിരിക്കും. അവരെന്തിനാ പേടിക്കുന്നേ, നമ്മളെ അവർ എന്ത് ചെയ്യാനാ, അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. അവരെ പേടിച്ചിട്ടല്ല മോളെ, നമ്മളെ ഇത്രയും ദ്രോഹിച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ, ചെറിയൊരു പണിയെങ്കിലും കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാ ഇപ്പോൾ എൻ്റെ കൊച്ചിനെ അകറ്റി നിർത്തുന്നത്. ഇത്രയും നമ്മൾ കാത്തിരുന്നില്ലേ, ഇനി കുറച്ച് നാൾ കൂടി എൻ്റെ കൊച്ചു കാത്തിരിക്കണം, അത് കഴിഞ്ഞാൽ ആരുടെയും ശല്യമില്ലാതെ നമുക്ക് പറക്കാം, ഓക്കെ. അവനുള്ള തോളിൽ കൂടി കൈയിട്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം ഒളിപ്പിച്ചു. രജിസ്റ്റർ ഓഫീസിലെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഉച്ചയോടെ തന്നെ അവർ വീട്ടിലേക്ക് തിരികെ വന്നു. വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ പുറപ്പെട്ടു. മങ്ങിയ മുഖത്തോടെ കാറിലേക്ക് കയറി ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് മാധവും കാറിലേക്ക് കയറി. ശിവയുടെ വീട് വരെ അവളെ മാധവ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിവയുടെ അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ തന്നെ പോയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദേവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് മാധവ് കാർ സൈഡാക്കി ഒതുക്കി നിർത്തി. അവളെ ഒന്ന് നോക്കിയ ശേഷം അവൻ ഡോർ തുറന്ന് ഇറങ്ങി മുന്നിലായി കാണുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നും എന്തോ വാങ്ങി തിരികെ വന്നു. മാധവ് പോയതോ വന്നതോ ഒന്നും അറിയാതെ ഏത് ലോകത്തുന്നത് പോലെ ഇരിക്കുന്ന ദേവുവിൻ്റെ തോളിൽ അവൻ കൈകൾ വെച്ചതും അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. എന്താ കണ്ണേട്ടാ, താനിത് ഏത് ലോകത്താ, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവിടെ നടക്കുന്ന ഒന്നും അറിയാതെയുള്ള തൻ്റെ ഇരിപ്പ്, അവൻ ചോദിച്ചതിന് മറുപടി അവളൊരു മങ്ങിയ ചിരി ചിരിച്ചതേയുള്ളൂ. അവനൊരു കൈ കൊണ്ട് അവളെ തോളിൽ പിടിച്ച ശേഷം മറു കൈ കൊണ്ട് അവളെ താടി പിടിച്ചുയർത്തി. നിറഞ്ഞൊഴുകുന്ന അവളുടെ മിഴികൾ തുടച്ചുകൊണ്ട് അവളുടെ നിറകിൽ ചുണ്ടുകൾ ചേർത്തു. ആ ഒരു ചുംബനത്തിലുണ്ടായിരുന്നു അവൻ്റെ ആശ്വാസവാക്കുകൾ. അല്പസമയത്തിന് ശേഷം അവളെ നേരെ ഇരുത്തിക്കൊണ്ട് അവളുടെ കയ്യിലേക്ക് അവനൊരു പാക്കറ്റ് വെച്ച് കൊടുത്തു. അതിലെ പേര് വായിച്ച ശേഷം അവൾ അവനെ നിർവികാരതയോടെ നോക്കി. വേറെ ഒന്നും വിചാരിക്കണ്ട, നമുക്കിടയിലൂടെ മൂന്നാമതൊരാൾ വരാൻ സമയമായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല, മനസ്സിലായല്ലോ? അവൻ പറഞ്ഞതും അവളൊന്ന് മൂളി. എങ്കിലത് കഴിക്ക്. അവൻ അതും പറഞ്ഞുകൊണ്ട് ഐപിലിൻ്റെ ടാബ്ലറ്റ് പൊട്ടിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം സൈഡിലായി വെച്ചിരുന്ന വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് അടപ്പ് തുറന്നു കൊടുത്തു. അവൾ ആ ടാബ്ലറ്റ് വായിലേക്ക് ഇട്ടുകൊണ്ട് വെള്ളം കുടിച്ചു. ശേഷം അവനെ നോക്കിയതും അവനിന്ന് കണ്ണ് ചിമ്മി ചിരിച്ചു. എന്നിട്ട് അവളുടെ കവളിൽ തട്ടിയ ശേഷം കാർ മുന്നോട്ടെടുത്തു. അവൾ പതിയെ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് കിടന്നതും അവനൊരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ദേവു ഒരു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ ചുറ്റിനെ നോക്കി. അതെ, തൻ്റെ വീട്ടിൽ തൻ്റെ മുറിയിൽ തന്നെയാണ്. അവളൊരു നെടുവീർപ്പാടെ പുറത്തേക്ക് നോക്കി. കല്യാണ വീട് ഇപ്പോഴും ആഘോഷത്തിലാണ്. കയ്യിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും ദേവു അതിലേക്ക് നോക്കി. ദേവേട്ടൻ കോളിംഗ്. അവൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എല്ലാം ഓക്കെയല്ലേ? അവൻ്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി. എങ്കിൽ ശരി, ഇറങ്ങിക്കോ, ഞാൻ പുറത്തുണ്ട്. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. കയ്യിൽ ഫോൺ മാത്രം പിടിച്ചുകൊണ്ട് അവൾ പിൻവശത്തെ വാതിലൂടെ പുറത്തേക്ക് നടന്നു. പുറകുവശത്തെ ചെറിയ ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൾ തിരിഞ്ഞ് ആ വീട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി. താൻ ജനിച്ചു വളർന്ന വീട് ഇനിയെല്ലാം ഒരു ഓർമ്മ മാത്രമായിരിക്കും. അവൾ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ അരികിലേക്ക് നടന്നു.